കാണാനെത്തിയ സഹോദരിയെ ചേർത്ത് പിടിച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലെ വലിയ സംഭവങ്ങൾക്കാണ് തിരി കൊളുത്തുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ടാനിയാണെങ്കിൽ റീത്ത പറയുന്ന എല്ലാ കാര്യവും കേട്ടുകൊണ്ടേ നിൽക്കുകയാണ്. അച്ഛനോട് റീത്ത പറയുന്നുണ്ട്, ആ പെണ്ണ് വന്നതിന് ശേഷം സ്റ്റാൻലി അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ്റെ യഥാർത്ഥ മക്കളോട് അവന് ഒരു തുള്ളി സ്നേഹം പോലുമില്ല എന്നും ഇതുവരെ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവൻ തയ്യാറായിട്ടില്ല എന്നും പറയുമ്പോൾ, റീത്താമ്മേ, നിങ്ങളിതെന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത്? അതും സ്റ്റാലിൻ്റെ മകള് തന്നെയല്ലേ? കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാൻലി ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നില്ലേ? അയാൾക്ക് ഒരു മകളുടെ സ്നേഹം കിട്ടിയപ്പോൾ അയാൾ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഒരുപാട് സഹനങ്ങൾ സഹിച്ചതല്ലേ അവൾ എന്ന് ചോദിക്കുന്നു. വേലക്കാരിയായി, കൂടാതെ തന്നെയാണെങ്കിൽ ഒരനാഥയായി, വിശപ്പിനായിട്ട് ഒക്കത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതും ഒരു കാരണമായിരിക്കാം എന്ന് പറയുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും പിഴച്ച് പ്രസവിച്ചതല്ലേ, വല്ലവർക്കും ഉണ്ടായതല്ലേ, തൻ്റെ ബന്ധുവൊന്നുമല്ലല്ലോ എന്ന് റീത്ത പറയുമ്പോൾ, നിങ്ങളുടെ മനോഭാവമാണ് ആദ്യം മാറ്റേണ്ടത് എന്ന് അച്ഛൻ പറയുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിലെ വിദ്വേഷവും പകയും സ്വത്തിനോടുള്ള ആർത്തിയും ഒക്കെ മാറ്റണമെന്ന് പറയുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ആര് പറയുന്നു? നമ്മുടെ അച്ഛൻ റീത്തയോട് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ റീത്ത ചോദിക്കുകയാണ്, അച്ഛാ, ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോ അതോ അച്ഛൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എവിടെയും എത്തില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ ഇവിടെ പൗലോസിനെയാണെങ്കിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഇവിടെ ഭയങ്കരമായ ചർച്ച. അതായത്, റീതാമേ, നിങ്ങളും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. അല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കും. കാരണം സ്റ്റാലിൻ്റെ മുൻപിൽ വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് അയാൾ അവളെ അംഗീകരിച്ചത്, അയാൾ മകളായി വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാനം കൊണ്ട് അവൾ ഇവരുടെയൊക്കെ ചേച്ചിയായി വരുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ടാനിയാണെങ്കിൽ അത് കേൾക്കുന്നുണ്ട് എന്ന് കാണാം. എന്തായാലും ഞാൻ പറയും സ്റ്റാലിൻ്റെ അടുത്ത്, ഇതിനെക്കുറിച്ചെല്ലാം ഒത്തുതീർപ്പാണെങ്കിൽ ഒത്തുതീർപ്പ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അല്ല, ഇത് പറയേണ്ട എൽസമ്മ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അവളല്ലേ സത്യത്തിൽ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ നയിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അവൾ എവിടെയാണ് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, എൽസമ്മ ധ്യാനത്തിന് പോയിരിക്കുകയാണെന്ന് പറയാണ് റീത്ത. ഇതേ സമയമാണെങ്കിൽ ധ്യാനത്തിന് പോകുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ കുടുംബവും മക്കളെയുമൊക്കെ ഇട്ടിട്ടിങ്ങനെ പോകുന്നത് ശരിയല്ല. അതും വല്ലവരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വന്തം മക്കളെ സ്വന്തം അമ്മ തന്നെ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വല്ലവരും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഉണ്ടാകില്ല എന്ന് പറയുന്നത് കാണാം. അയ്യോ അച്ഛാ, വല്ലവരും അല്ല നോക്കുന്നത്, ഞാനാ നോക്കുന്നത്, ഞാനവർക്ക് അമ്മ പോലെ തന്നെയാ എന്ന് പറയുമ്പോൾ, അമ്മ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അമ്മയാകുന്നില്ലല്ലോ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ടാനിയൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരിയായ തൻ്റെ ചേച്ചിയായ അലീനയെ കാണണമെന്നുണ്ട് എന്ന് കാണാം.
ടാനിയാണെങ്കിൽ പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അപ്പനെയും അലീനയെയും കാണാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാം. മറുവശത്ത് അലീന അധികാരവും ഭരണവുമൊക്കെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പൗലൂസും കൂട്ടരും ഒരു കടൽപ്പോക്കിന് 1000 രൂപ പോക്കറ്റിലാക്കുന്നുണ്ടെന്ന് അലീന മനസ്സിലാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാൻ തന്നെ ആലോചിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർ സത്യം പറയാൻ വേണ്ടി അവരെയും കൊണ്ട് തന്നെ കടയിലേക്ക് പോകാമെന്ന് പറയുന്നു. അവിടെ പോയാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം കേട്ട് നിങ്ങൾ നാണം കെടും. അവിടെ കുറേ കടക്കാരുണ്ടാവും. അവരുടെ മുൻപിൽ നിങ്ങൾ കള്ളന്മാരാകും. സത്യം പറയുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഒടുവിൽ സത്യമൊക്കെ തുറന്ന് പറയുന്നുണ്ട് എന്ന് കാണാൻ കഴിയൂട്ടോ. എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പണം പപ്പ തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പപ്പയെ ഇങ്ങനെ ശ്രമിക്കുന്നത്, കള്ളത്തരം കാണിച്ച് പണം തട്ടിയെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അലീന ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ടാനിയ അവിടേക്ക് വരുന്നത്. ടാനിയയെ കണ്ടതും വല്യപ്പച്ചനാണെങ്കിൽ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അലീനയാണെങ്കിൽ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആറ്റപ്പൻ ചേട്ടനാണെങ്കിൽ ഇത് കേണൽ സാബിൻ്റെ മൂത്ത മകളാണ് എന്ന് പറയുന്നു. അതായത് അലീന കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ മകൾ എന്ന് പറയുമ്പോൾ ഞാൻ അലീന എന്ന് പറഞ്ഞ് ടാനിയുമായിട്ട് പരിചയപ്പെടുന്നു. തുടർന്ന് ടാനിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ വലിയ പടപൊരുതുകയാണെന്നും നിങ്ങളിവിടുന്ന് പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നും പറയുകയാണ്. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് പപ്പയെ അടുത്ത് വന്ന് നിൽക്കാത്തത്? എന്താണ് പപ്പയെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനല്ലല്ലോ ഉപേക്ഷിച്ചത്, പപ്പയല്ലേ ഞങ്ങളെ ഉപേക്ഷിച്ചത് എന്ന് പറയുമ്പോൾ പപ്പയെ നല്ലൊരു മനുഷ്യനാണ്. പപ്പ ഇങ്ങനെ ഇരിക്കാൻ ഇപ്പോഴത്തെ കാരണം ആ റീത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രമാണ് എന്ന് അലീന പറയുകയാണ്. തുടർന്ന് നിങ്ങൾക്ക് ഇവിടേക്ക് വരണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാവുന്നതാണ്, അതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളിങ്ങോട്ട് വായോ, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നു. റീത്തയെ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പറയുന്നു. ഇതേ സമയം അലീനയിൽ ഒരു സ്നേഹം, ഒരു ആശ്വാസം കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സഹോദരങ്ങളെയും കൊണ്ട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ടാനിയ മടങ്ങുകയാണ് എന്ന്